എന്നും കുറെ പച്ചയും മഞ്ഞയും ചുവപ്പും റോസും കേക്കുകളല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാന്ന് ചോദിച്ചോട്ടോ. അതുകൊണ്ട് ഒരു ബ്ലൂ വെൽവെറ്റ് കേക്ക് ചെയ്യുകയാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് ഒക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ കേട്ടോ. നമ്മൾ റെഡിന് പകരം ഇവിടെ ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാറ്ററി ചെയ്യുന്ന സമയത്ത് എന്റെ മോക്ക് അത്ഭുതമായിരുന്നു കേട്ടോ. ഈ അമ്മയ്ക്ക് വട്ടായതാണോ, ഈ കളറൊക്കെ മാറിപ്പോയല്ലോ എന്നൊക്കെ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. സാധാരണ ഇതിനകത്ത് റെഡോ ഗ്രീനോ ഒക്കെ ആണല്ലോ അവൾ കണ്ടിട്ടുള്ളത്. ഈ ബ്ലൂ കണ്ടപ്പോൾ ഒന്ന് അന്താളിച്ച് നിന്ന് എന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഞാനും കണ്ടതാണ് കേട്ടോ. ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടില്ല ഞാൻ 7 ഇഞ്ചിന്റെ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 ലെയറായിട്ട് കട്ട് ചെയ്ത് അതുപോലെ തന്നെ തിന്നായിട്ട് ലെയറോടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ക്രംസിന് വേണ്ടിയിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് ആ ക്രംസ് ആണ് കേട്ടോ. ക്രംസിലേക്ക് 2 ഡ്രോപ്പ് സ്കൈ ബ്ലൂ കളറോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിത് ബട്ടർഫ്ലൈ കട്ടർ ഉപയോഗിച്ചിട്ട് ഫോണ്ടലിൽ കുറച്ച് ബട്ടർഫ്ലൈസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ മുകളിൽ ചോക്ലേറ്റ് ഉപയോഗിച്ച് 3 ഹാർട്ട് കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫോണ്ടലിലാണ് നമ്മൾ നെയിം എഴുതി കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.